ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ബയോളജി പഠിക്കാൻ പോവാണ്. 10th ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അല്ലെ, പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ, കുറച്ച് വിശാലമായിട്ട് നമ്മൾ ലൈഫിനെ പറ്റി പഠിക്കാൻ പോവാണ്. നമ്മളെ പറ്റി പഠിക്കാൻ പോവാണ്. നമ്മൾ ഓരോ സെല്ലും എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, അതിന് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന്റെ അകത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടി പോവാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ജെനറ്റിക്സിനെ പറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം കേട്ടോ. സോ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടിയിട്ടുള്ള 2 ആൾക്കാരെയാണ് കാണിച്ചിരുന്നത്. ദാറ്റ് ഈസ് ജെനിഫർ എ ഡൗഡ്ന ആൻഡ് ഇമ്മാനുവൽ കാർപ്പൻറ്റർ എന്ന് പറയുന്ന 2 ആൾക്കാർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. അപ്പൊ നമ്മൾ പുതിയൊരു വേർഡ് കണ്ടു ഇവിടെ, ജീൻ എഡിറ്റിംഗ്. എന്താ ജീൻ എഡിറ്റിംഗ്? സംതിങ് റിലേറ്റഡ് ടു ജെനറ്റിക്സ് ആണെന്ന് അറിയാം, എഡിറ്റിംഗ് ആണെന്ന് അറിയാം അല്ലെ, നമുക്ക് പല ടൈപ്പ് എഡിറ്റിംഗ് ഒക്കെ അറിയാം. ഇത്രയും ചെറുതാണ് സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ക്രോമസോമിനുള്ളിലുള്ള ജീനിനെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ജീനെ പറ്റിയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യാം കേട്ടോ. സോ the Nobel Prize of 2020 in chemistry was shared by Immanuel Carpenter and Jennifer A. Doudna for their contributions in the field of gene editing. The award is for the discovery of a technology called CRISPR-Cas9, a gene editing process which can bring desirable changes in the genes in DNA. DNA-യിലുള്ള ജീനിനകത്ത് ചേഞ്ചസ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെ, ജീൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. This discovery is expected to make revolutionary advances in genetic disease therapy and treatment of cancer. It can also be used to develop crops that are resistant to pests and diseases. അപ്പൊ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഡിസ്കവറിക്കാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ്? ഇമ്മാനുവൽ കാർപ്പൻറ്റർ ആൻഡ് ജെനിഫർ ആൻഡ് ഡൗഡ്ന. സോ ജീൻ എഡിറ്റിംഗ് വഴി നമുക്ക് ഇത്തരം ജീനിനകത്ത് അല്ലെ, ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു ജീൻ, നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് എഡിറ്റ് ചെയ്യണത്. പക്ഷെ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുമ്പം വളരെ ചെറിയൊരു സ്ട്രക്ചർ ആണല്ലേ, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു സ്ട്രക്ചറാണ് ജീൻ എഡിറ്റിംഗിൽ വരുന്നത്. സോ ഇത് ഒത്തിരി യൂസേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആൻഡ് ഓൾസോ ബി യൂസ് ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്. റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ can't even see genes, then how can it be edited? അല്ലേ, നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലേ? നമ്മളൊക്കെ ഇത്രയും നേരം പറഞ്ഞു അത്. എങ്ങനെയാണ് ജീൻസ് വളരെ കാണാൻ പോലും ഇല്ലാത്തതാണ്, ഇതിനെ എങ്ങനെയാ എഡിറ്റ് ചെയ്യുക അല്ലേ, എങ്ങനെയാ എഡിറ്റ് ചെയ്യുക? സോ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് DNA. നിങ്ങൾ നിങ്ങൾ 9th പഠിക്കുന്നുണ്ട് അല്ലെ, 9th ഫസ്റ്റ് ചാപ്റ്ററിൽ DNA പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. DNA ഫുൾ ഫോം എന്താ? ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ, ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA പറ്റി DNA ഫുൾ ഫോം വരുന്നത്. ആൻഡ് ആ ഒരു DNA പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. 10th മക്കളായപ്പോൾ കുറച്ചും കൂടി ഡെപ്തിലേക്കൊക്കെ പഠിക്കാൻ വേണ്ടി പോവാണ് അല്ലെ, വലിയ കുട്ടികളായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മിസ്സിന്റെ കൂടെ വരിക, പഠിച്ച് വരിക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആൻഡ് ജീൻസ് പേവ് ദ വേ ഫോർ ജീൻ എഡിറ്റിംഗ്. അപ്പം നമുക്ക് DNA പറ്റിയിട്ടുള്ള ഒരു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടാണ് അല്ലെ DNA-നകത്തുള്ള ജീനിനെ പറ്റി നമുക്ക് ജീൻ എഡിറ്റിംഗിലേക്കൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. ആൻഡ് discovery of the structure of nucleic acid DNA was one of the greatest leaps in the field of biological studies. അല്ലേ, നമുക്ക് കണ്ണുകൊണ്ട് പോലും, നമുക്ക് ഈവൻ സെൽസിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ അകത്താണ് ഈ ഒരു ക്രോമസോമിനകത്ത് DNA ഉള്ളത് അല്ലേ. അപ്പോൾ അത്രയും ചെറിയൊരു സ്ട്രക്ചർ ആയിട്ടുള്ള DNA പറ്റി നല്ലൊരു നോളജ് ഉള്ളത് കൊണ്ടാണ് ജീൻ എഡിറ്റിംഗിൽ ഇത്രയും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ നമുക്കിവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. നമ്മളെ ബോഡി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് വെച്ചിട്ടാണ്, എല്ലാ മക്കൾക്കും അറിയാലോ.
എല്ലായിടത്തും നമ്മുടെ സെൽസ് ഉണ്ട് അല്ലേ, നമുക്ക് കാർഡിയാക് സെൽസ് പല തരത്തില് പല ടൈപ്പ് അല്ലേ, മസിൽ സെൽസ്, മസിൽ ടിഷ്യൂസിലുള്ള സെൽസ് ഉണ്ട്, പല 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 ഏരിയാസിലൊക്കെ നമുക്ക് എന്തുണ്ട്, പല പല സെൽസ് ഉണ്ട് അല്ലേ. സെൽസിന് പല ക്യൂബോയിഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് സെൽസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാ സെല്ലിനകത്തും എന്തുണ്ട്, മോസ്റ്റ് ഓഫ് ദ സെൽസിനകത്തും സെല്ലിന്റെ എല്ലാ ഫങ്ഷനൊക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോള് ചെയ്യുന്ന ഒരു കൺട്രോളിങ് സെന്റർ ആണ് സെല്ലിന്റെ എന്താ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഈ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ കൈയൊക്കെ ഉള്ളത് പോലെയൊക്കെ തോന്നുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഈ സ്ട്രക്ചറിന് എന്ത് പേരാ നമ്മൾ വിളിക്കുക, ക്രോമസോം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക, ക്രോമസോം. ഈ ഒരു ക്രോമസോമിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ അല്ലേ, പല പടത്തിലും ഇങ്ങനെ DNA ഒക്കെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് പല നിങ്ങൾ അങ്ങനത്തെ ഇൻട്രസ്റ്റഡ് അങ്ങനത്തെ മൂവീസിൽ DNA റിലേറ്റഡ് മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറൊക്കെ എപ്പോഴും കാണാൻ പറ്റും സിനിമകളിലൊക്കെ അല്ലെ. ഇതാണ് DNA അല്ലേ, ഇതാണ് നമ്മുടെ DNA. ഈ ഒരു DNA ആണ് എവിടെയാ DNA ഇരിക്കണത്, ക്രോമസോമിനകത്താ ഇരിക്കണേ. ഇതെവിടെയാ ഇരിക്കണേ, ന്യൂക്ലിയസിനകത്താ. ന്യൂക്ലിയസ് എവിടെയാ ഇരിക്കണേ, സെല്ലിനകത്താ ഇരിക്കണേ. സോ ദിസ് ഇസ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് DNA. നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് എന്താ, DNA ലൊക്കേഷൻ എവിടെയാണ്, DNA എവിടെയാ ഇരിക്കണേന്ന് കാണിച്ചു തരണേ. ഓക്കെ, സോ സെല്ല്, ഇൻസൈഡ് സെൽ ദർ വിൽ ബി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, ക്രോമസോംസിൽ DNA കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓരോ പോയിന്റും ക്ലിയർ ആയിട്ട് മിസ്സിന്റെ കൂടെ വരണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഒക്കെ കൂടെ കൺഫ്യൂഷനൊക്കെ ആയി പോവും അല്ലേ. 10ാം ക്ലാസ് ആണല്ലേ, അപ്പൊ കുറച്ചും കൂടെ ഡെപ്തിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. സോ നൗ we are going to learn about the structure of DNA. നമ്മളിനി DNAയുടെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. സോ in 1953 നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പേ കുറെ സയന്റിസ്റ്റുകളൊക്കെ ഇതിനെപ്പറ്റി ഒത്തിരി റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി കരിയർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ജോലികളാണ് ഇതിൽ ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻസസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ചാപ്റ്റർ. ആൻഡ് സ്ട്രക്ചർ ഓഫ് DNA പറ്റിയിട്ട് നമുക്കല്ലേ, നമ്മളെന്താ ജസ്റ്റ് ഇങ്ങനെ ഒരു ചുറ്റുകോവണി മാതൃക അല്ലെ, ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നൊക്കെ പറയും, അങ്ങോട്ടേക്ക് പഠിക്കും. സോ ആ ഒരു സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ തന്നിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കണത്. 1953 ജെയിംസ് വാട്സൺ അലോങ് വിത്ത് ഫ്രാൻസിസ് ക്രിക്ക് അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ നമ്മുടെ ബയോളജിയിൽ ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ ഒക്കെ പേര് പഠിക്കണം കേട്ടോ, കാരണം ഇവരൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ. സോ in 1953 James Watson along with Francis Crick had presented the double helical model of DNA. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ കൊടുത്തു അല്ലെ. ആ ഒരു മോഡൽ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, DNA എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇവരത് എക്സ്പ്ലെയിൻ ചെയ്തതെന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും presented the double helical model of DNA. They proposed the structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin. ഇപ്പം റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ബേസിസിലാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡല് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. And the crucial information that led to this discovery was obtained from the famous 4251, an X-ray diffraction image of DNA taken by Rosalind Franklin. സോ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണല്ലേ നമുക്ക് നമ്മുടെ വേൾഡിലേക്ക് തന്നിട്ടുള്ളത്. ആൻഡ് വാട്ട് ഹാപ്പൻ, Rosalind Franklin passed away at the age of 37 in 1958. അദ്ദേഹം ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ബയോളജിക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് ഹി passed away at the age of 37 in 1958.
and James Watson, Francis Crick and Maurice Wilkins were awarded the Nobel Prize in Medicine in 1962. അല്ലെ, റോസലിൻ ഫ്രാങ്ക്ലിൻ ഡെത്ത് സംഭവിച്ചു ആൻഡ് അത് 1958 1962 ആയപ്പം ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കൻ എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി for their contributions on the discovery of the double helix model of DNA. DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ ആ ഒരു ഡിസ്കവറിക്കാണ് അവർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ 2 കേസ് ഓഫ് നോബൽ പ്രൈസ് അല്ലെ, നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രിയും കണ്ടു, നോബൽ പ്രൈസ് ഇൻ മെഡിസിനും കണ്ടു. ഓക്കെ, സോ ദിസ് ഇസ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. ജെയിംസ് വാട്സൺ 1928 എന്ത് ചെയ്തിട്ടുള്ളത്? ജനിച്ചിട്ടുള്ളത്. സ്റ്റിൽ അലൈവ് അല്ലേ, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ആണ് വരെ അല്ലേ, ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആ ഒരു ഡി എൻ എ വെച്ചിട്ടാണ്, ആ ഒരു മോഡലിനെ വെച്ചിട്ടാണ് നമ്മുടെ ഫർദർ അഡ്വാൻസസ് അല്ലേ, നമ്മുടെ ബയോളജിയിലുള്ള ഫർദർ അഡ്വാൻസിങ് ലെവലിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഇവർ തന്നിട്ടുള്ള ഒരു വെളിച്ചത്തിൽ നിന്നാണ് അല്ലേ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈ ഡി എൻ എയുടെ, നമ്മുടെ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ ആണ്. ഇതാണ് നമ്മുടെ എന്താ ഡി എൻ എ ആണല്ലേ, ഇതാ ചുറ്റുകോവണി മാതൃകയിലുള്ള ഡി എൻ എ ആണല്ലേ. ഡി എൻ എ ആണ് നമ്മുടെ എല്ലാം എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒരു സെല്ലിനകത്തുള്ള ഡി എൻ എക്കുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. സോ ഡി എൻ എ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡി എൻ എക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട് അല്ലേ, ഇതാ നമുക്ക് കാണാൻ പറ്റുന്നല്ലോ, ഇങ്ങനെ സ്ട്രാൻഡുകളുണ്ട്. ഈ സ്ട്രാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഒരു ഷുഗറും ഉണ്ട്, ഒരു ഫോസ്ഫേറ്റും ഉണ്ട്. ഷുഗറും ഉണ്ട്, ഫോസ്ഫേറ്റും ഉണ്ട്. ഒരു പെൻഡോ ഷുഗർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ ഉള്ള ഒരു ഷുഗർ ആണ്. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഷുഗർ, ഇതാണ് നമ്മുടെ ഫോസ്ഫേറ്റ്. വീണ്ടും അഗെയിൻ ഇതാ ഇവിടെ വേറൊരു ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ ഷുഗറും ഫോസ്ഫേറ്റും വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്ട്രാൻഡ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഈ ഒരു സ്ട്രാൻഡ് ഫോം ചെയ്തിട്ടുള്ളത് ഷുഗറും ഫോസ്ഫേറ്റും വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഒരു സ്ട്രാൻഡിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പുറത്ത് വേറൊരു ഡബിൾ സ്ട്രാൻഡഡ് അല്ലേ, 2 സ്ട്രാൻഡ് ഇല്ലേ, 2 സ്ട്രാൻഡ് ഉണ്ട്. അതിലൊരു സ്ട്രാൻഡ് ഇതാ ഇവിടെ ഒരു പെൻഡോ ഷുഗറും ഒരു ഫോസ്ഫേറ്റും ഉണ്ട്. ഷുഗർ, ഫോസ്ഫേറ്റ്, ഇങ്ങനെയാണ് ഡി എൻ എയുടെ മോഡല് സ്ട്രാൻഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ പെൻഡോ ഷുഗറിന്റെ പേരെന്താ? നമുക്കറിയാം, ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ. സോ ഇവിടെ ഡി എൻ എയിലുള്ള ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ്, ഡിയോക്സി റൈബോസ് പെൻഡോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് പെൻഡോസ് ഷുഗർ ആണ് ഡി എൻ എയിലുള്ളത്. ആൻഡ് വേറെന്താ ഉള്ളത്? നമ്മളിപ്പോ ഡിയോക്സി റൈബോ പെൻഡോസ് ഷുഗറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇതിനിടയിൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ലേ? ഇൻ ബിറ്റ്വീൻ ദീസ് 2 സ്ട്രാൻഡ്സ് യു ക്യാൻ സീ എന്തൊക്കെയാണുള്ളത്? അവരെയാണ് നമ്മൾ എന്ത് പറയാ? നൈട്രോജൻ ബേസസ് എന്ന് പറയാം. എന്താ പറയാ? നൈട്രോജൻ ബേസസ് എന്നാ പറയാ. ഏതൊക്കെ നൈട്രോജൻ ബേസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? അഡിനിൻ ഉണ്ട്, തൈമീൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അഡിനിന് നമ്മൾ എ വെച്ചിട്ടാ കാണിക്കുക, തൈമീനെ നമ്മൾ ടി വെച്ചിട്ട് കാണിക്കും, ഗ്വാനിനെ ജി വെച്ചിട്ട്, സൈറ്റോസിന് സി വെച്ചിട്ട്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അല്ലേ, സിമ്പിൾ അല്ലേ ഓർക്കാൻ വേണ്ടിയിട്ട്. അഡിനിൻ ഏതാ, ഗ്വാനിൻ ഏതാ, തൈമിൻ ഏതാ, സൈറ്റോസിൻ ഏതാന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് ആണല്ലേ എഴുതുന്നത്. എപ്പോഴും ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ് മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായോ? എപ്പോ നോക്കിയാലും അഡിനിന്റെ കൂടെ ആരെ കാണുന്നുള്ളൂ? തൈമിൻ മാത്രമേ കാണുന്നുള്ളൂ. അഡിന്റെ കൂടെ ഗ്വാനിൻ വരുന്നില്ല, അഡിന്റെ കൂടെ സൈറ്റോസിൻ വരുന്നില്ല, അഡിന്റെ കൂടെ ആര് മാത്രമേ വരുന്നുള്ളൂ? തൈമിൻ മാത്രമേ വരുന്നുള്ളൂ.
അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ മിസ്സേ ഗ്വാനിന്റെ കൂടെ അപ്പൊ സൈറ്റോസിൻ അല്ലേ വരുന്നുള്ളൂ എന്ന്. ശരിയാണ്. അഡിനിന്റെ കൂടെ തൈമിൻ മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഗ്വാനിന്റെ കൂടെ ആരേ വരുന്നുള്ളൂ? സൈറ്റോസിൻ മാത്രമേ വരുന്നുള്ളൂ. സോ അഡിനിൻ എപ്പോഴും തൈമിന്റെ കൂടെയും പോവും, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിന്റെ കൂടെയും പോവും. അതാണ് ഈ നൈട്രജൻ പെയേഴ്സിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻ. ഓക്കെ, അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ. ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ മക്കൾക്ക്? ക്ലിയർ ആണോ? സോ ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ DNA പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് DNA 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിനിടയിൽ എന്തുണ്ട്? നൈട്രജൻ ബേസസും പെയർ ചെയ്തിട്ടുണ്ട്. ഒരു 2 നൈട്രജൻ ബേസസ് വെച്ചിട്ട് ഇങ്ങനെ പെയർ ചെയ്ത് നിർത്തുന്നുണ്ട്. And adenine pairs with thymine, guanine pairs with the cytosine. ഇത്രയും ക്ലിയർ അല്ലേ മക്കൾക്ക്? ക്ലിയർ ആണല്ലോ. And here you can see a term called ranks. It's formed by the pairing of nitrogen bases. Nitrogen bases പെയറിംഗ് നടത്തിയിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? 2 നൈട്രോജൻ ബേസസ് അല്ലെ. അപ്പൊ അഡിനിനും തൈമീനും ആണെങ്കിൽ ആ നൈട്രോജൻ ബേസസ് പെയർ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ranks എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ആൻഡ് യു നോ വാട്ട് ഇസ് എ ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂക്ലിയോടൈഡ്, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. ഇറ്റ്സ് ന്യൂക്ലിയോടൈഡ്. ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കണം. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ DNA ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. DNAയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്താ? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ എന്താ ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് വെച്ചിട്ടാ ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കണം നമുക്ക്. Each nucleotide is composed of a deoxyribose sugar, a phosphate group and a nitrogen base. 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിലുള്ള ഈ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെ. ഓരോ ന്യൂക്ലിയോടൈഡ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ഓരോ ന്യൂക്ലിയോടൈഡും ഉണ്ടാക്കിയിട്ടുള്ളത് ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് എ നൈട്രോജൻ ബേസ്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും അല്ലെ. ഡിയോക്സി റൈബോസ് ഷുഗർ ഏതാ ഡിയോക്സി റൈബോസ് ഷുഗർ? ഇതാണ് ഡിയോക്സി റൈബോസ് പെൻഡോസ് ഷുഗർ അല്ലെ. പെൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ ഉള്ള ഷുഗർ ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷുഗർ അറിയാമോ? 6 കാർബൺ ഉള്ള എന്തെങ്കിലും അറിയാമോ? യെസ്, ഗ്ലൂക്കോസ് അറിയാം അല്ലെ. നമ്മൾ ഫോട്ടോസിന്തസിസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 6 കാർബൺ ഉള്ള ഒരു കാർബൺ കോമ്പൗണ്ട് C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര കാർബണേ ഉള്ളൂ? 5 കാർബണേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത്. സോ ഇതാണ് പെൻഡോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്. പിന്നെ ആരാണുള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഇതിനിടയിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലേ? ഈ ഡിയോക്സി റൈബോസിന് ഈ മഞ്ഞ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ആൻഡ് പിന്നെ എന്താ ഉള്ളത്? നൈട്രോജൻ ബേസ്. ഇതാണ് നമ്മുടെ, ഇവിടെ ആണെങ്കിൽ അഡിനിൻ ആണ് നമ്മുടെ നൈട്രോജൻ ബേസ്. ഇപ്പുറത്തെ ന്യൂക്ലിയോടൈഡാ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമിൻ ആണ് അല്ലെ. അപ്പൊ ഓരോ ഇപ്പൊ ഇത് 3ഉം ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഇതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ന്യൂക്ലിയോടൈഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രോജൻ ബേസ്. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എന്താ ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിക്കും കേട്ടോ. ന്യൂക്ലിയോടൈഡ് ആണ് നമ്മുടെ DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. 5 കാർബൺ ഷുഗർ ആയിട്ടുള്ള ഡിയോക്സി റൈബോസ് ഷുഗർ ആണിത്. ആൻഡ് ദിസ് ഇസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതിനിടയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആരും ഉണ്ടാവും? നൈട്രോജൻ ബേസ് ഉണ്ടാവും. എന്താ നൈട്രോജൻ ബേസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്? ഒന്നുമില്ല, നൈട്രോജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു ആൽക്കലൈൻ കോമ്പൗണ്ടിനെയാണ് നമ്മൾ നൈട്രോജൻ ഉള്ള ഒരു ആൽക്കലൈൻ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? നൈട്രോജൻ ബേസ് എന്ന് വിളിക്കണത്. ഓക്കെ, സോ participates in the formation of bonds that link nucleotides together.
ന്യൂക്ലിയോടൈഡ്സിനെ ബോണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ബോണ്ട്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്ത് അല്ലെ. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ എഗെയിൻ അടുത്ത ബെൻഡോ ഷുഗർ ആയിട്ട് ഇത് കണക്റ്റഡ് ആണ് അല്ലെ. ആൻഡ് എഗെയിൻ ഇവിടെയും കണക്റ്റഡ് ആണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് ഇരിക്കുവാണ് അല്ലെ. അപ്പം ഇവിടെ ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വേറൊരു സ്ട്രാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആരുണ്ട് എന്നാ പറയണത്? നൈട്രജൻ ബേസ് പെയർസ്. ബേസ് പെയർസിന്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ബേസ് പെയർസ്? എപ്പോഴും അഡിനിൻ തൈമിന്റെ കൂടെ പോവുള്ളൂ, ഗ്വാനിൻ സൈറ്റോസിന്റെ കൂടെ പോകത്തുള്ളൂ. ഈ ഒരൊറ്റ കാര്യം മാത്രം എന്ത് പഠിക്കാനുള്ളൂ? DNA സ്ട്രക്ചറിൽ പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലെ. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഈ ടേംസ് ഓർക്കുക, പുതിയ ടേംസ് ആയിരിക്കും. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പഠിച്ചു പോകും അല്ലെ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഇവിടെ ഓർക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ മനസ്സിൽ വെക്കാം. സോ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ബേസിസിൽ, നമ്മളിപ്പോൾ ജസ്റ്റ് വായിച്ചതിൻ്റെ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ബേസിസിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം തന്നിട്ടുണ്ട്. മിസ് അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. എത്ര സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു? 2 സ്ട്രാൻഡ് അല്ലേ? DNA ഈസ് ഡബിൾ സ്ട്രാൻഡഡ് അല്ലെ. ഡബിൾ സ്ട്രാൻഡഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAക്ക് 2 സ്ട്രാൻഡ്സ് ആണുള്ളത്. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് സ്ട്രാൻഡ്സ്. സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ സ്ട്രാൻഡ് അല്ലെ, ഡബിൾ സ്ട്രാൻഡ്. ഇതാണ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ. ശരിയല്ലേ? അപ്പൊ സ്ട്രാൻഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഡിയോക്സി റൈബോ ഷുഗറും ഉണ്ട് ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ആൻഡ് മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റാങ്സ്. ഏതാണ്? നൈട്രജൻ ബേസസ് ആണ് അല്ലെ. സോ ഇവിടെ ഇതാ എഴുതിയിട്ടുണ്ടല്ലോ, റാങ്സ് ഫോംഡ് ബൈ ദി പെയറിംഗ് ഓഫ് നൈട്രോജൻ ബേസസ്. നൈട്രോജൻ ബേസസിന്റെ പെയറിംഗിലാണ് എന്ത് ഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? റാങ്സ് ഫോം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട് ആൻഡ് സൈറ്റോസിൻ ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇത് DNA കേസിലാണ് കേട്ടോ. RNA-ലാകുമ്പോൾ നിങ്ങൾ വേറൊരു പേരൊക്കെ പഠിക്കും. ഓക്കെ, അത് നമുക്ക് RNA സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ. സോ ഫോർമേഷൻ ഓഫ് റിങ്സ്, ബേസ് പെയർസ് കണക്റ്റഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്സ് അല്ലെ. റിങ്സ് എന്ന് പറയുമ്പം നൈട്രജൻ ബേസസ് ആണ് അത് ഫോം ചെയ്യണത്. ഈ നൈട്രജൻ ബേസസിലെ പെയറിംഗ് അല്ലെ, പെയറിംഗ് നടക്കണം. അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയർസ് വിത്ത് സൈറ്റോസിൻ. അവിടെ ഹൈഡ്രജൻ ബോണ്ട്സ് വെച്ചിട്ട് ബേസ് പെയർസ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? റിങ്സ് ഫോം ചെയ്യണത്. ആൻഡ് മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ് ഇതിന് സെയിം പറഞ്ഞു അല്ലേ. ഇപ്പൊ A pairs with T and C pairs with G. Adenine pairs with thymine and cytosine pairs with G. മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഏതൊക്കെ മോളിക്യൂൾ ആണുള്ളത്? ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം ഈ ഒരു ഇത്രയും പോർഷനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഇത്രയും ഒരു പോർഷനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബെൻഡോ ഷുഗർ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയാണ് ന്യൂക്ലിയോടൈഡ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു DNA മോഡൽ ആണ് അല്ലെ, ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ഇതിനകത്ത് ഇതിനെ സ്ട്രാൻഡ് എന്ന് വിളിക്കും. ഇത് രണ്ടും സ്ട്രാൻഡ് ആണ്. അപ്പൊ DNA-യിൽ 2 സ്ട്രാൻഡ് ഉണ്ട്. ആൻഡ് ഇതാണ് ബേസ് പെയർസ് അല്ലെ. ബേസ് പെയർസ് പെയർ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു നൈട്രജൻ ബേസും ഒരു പെൻഡോ ഷുഗറും ഒരു ഫോസ്ഫേറ്റും ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും, വിച്ച് ഇസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ DNA-യുടെ സൈസിലേക്ക് പോവാണ് മക്കളെ. മിസ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള പോർഷൻ ഇല്ലേ, ഈ ഒരു DNA-യുടെ സ്ട്രക്ചർ ഇല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഒത്തിരി സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കുക.
ഇതിന്റെ പേരുകളൊക്കെ പഠിക്കുക കേട്ടോ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതുപോലെ തന്നെ DNA-യിലുള്ള ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോ ഷുഗർ എന്നാണെന്ന് ഓർക്കുക. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് മസ്റ്റായിട്ട് ഓർക്കുക. കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ RNA പറ്റി പഠിക്കും. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പഠിക്കും കേട്ടോ. ഇതല്ല RNA-യും DNA-യും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ പഠിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കണത് DNA പറ്റിയിട്ടാണ്. ഈ DNA-യുടെ സ്ട്രക്ചർ മക്കൾ കറക്റ്റായിട്ട് ഈ ഒരു പിക്ചർ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മൈൻഡിലേക്ക് എടുത്തു വെക്കണം കേട്ടോ. സോ മിസ് ഇവിടെ കുറെ സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ടേബിള് നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സൈസ് ഓഫ് ദ DNA-യുടെ സൈസ്. എന്തോരം സൈസ് ഉണ്ടാവും? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു DNA-യുടെ സൈസ് ഉണ്ടല്ലോ അല്ലെ? DNA വളരെ വലുതാണോ, DNA വളരെ ചെറുതാണോ? അല്ലെ, വളരെ ചെറുതാണെന്ന് അറിയാം. പക്ഷെ ഇത് എന്തോരം ലെങ്ത് ഉണ്ട് ഇതിന് എന്നുള്ളതാണ് നമ്മുടെ സൈസ് ഓഫ് DNA. നമുക്കറിയാം, നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് വളരെ വളരെ സ്മോൾ ഇൻറ്റസ്റ്റൈനാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു ഇൻറ്റസ്റ്റൈനാന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, അതിങ്ങനെ മടക്കി എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ വയറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DNA-യുടെ കേസിൽ നോക്കുമ്പം the DNA in each chromosome is about 2 inches എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 centimeter long. അപ്പം ഒരു ക്രോമസോമിലുള്ള DNA-യും 5 സെന്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. ആൻഡ് ഇഫ് DNA ഫ്രം 46 chromosomes, നമുക്ക് എത്ര ക്രോമസോംസ് ആണ് ഉള്ളത്? ഹ്യൂമൻ ക്രോമസോംസിന്റെ എണ്ണം എന്താണ് പഠിക്കുന്നുണ്ട്? മിസ് ഒന്നും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് 46. ഓരോ ഓർഗാനിസത്തിനും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. അതിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ക്രോമസോം നമ്പർ 46 ആണ് കേട്ടോ. 46 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 23 pairs എന്ന് പറയാം. 23 pairs or 46 chromosomes എന്നാ പറയാം. ഓക്കെ, സോ the DNA in each chromosome is about 2 inches, that is 5 centimeter long. If DNA from 46 chromosomes of a human cell joins together, it would be around 6 feet in length, that is 2 meters in length. The human body is made up of trillions, 1 lakh crore of cells. അല്ലെ, നമ്മുടെ ബോഡിയിൽ ഒരു സെല്ലാണുള്ളത്, 2 സെല്ലാണുള്ളത്, അല്ല, ഇഷ്ടം പോലെ സെൽസ് ഉണ്ട്. അതാ പറയണത്, the human body is made up of trillions of cells. That means 1 lakh crore. അല്ലെ, ഇത്രയും സെൽസ് ഉണ്ട്. ആൻഡ് നമ്മുടെ 46 ക്രോമസോംസിലുള്ള DNA എടുത്തിട്ട് ഹ്യൂമൻ സെൽസ് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ DNA എല്ലായിടത്തും ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതൊരു 2 meters ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. DNA അത് ഒരു സെല്ലിലെ കേസ് പറയണത് അല്ലേ, 46 ക്രോമസോംസ് ഉള്ള ആ ഒരു കേസ് മാത്രമാണ് പറയണത്. പക്ഷെ എല്ലാ സെൽസും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സെൽസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്ന് പറയണത്? ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രില്യൻസ് ഓഫ് സെൽസ് ഉണ്ട്. ആ ട്രില്യൻസ് ഓഫ് സെൽസിലെയും നമ്മുടെ DNA എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി അബൌട്ട് 67 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ മക്കളെ? 100 crore-നെയാണ് നമ്മൾ എന്ത് പറയുക? 1 billion എന്ന് പറയുക. അത്രയും ലെങ്ത് അല്ലേ, 67 billion miles in length. It is capable enough to wrap around the earth over 2 million times. നമ്മൾ ഒരാളുടെ DNA എല്ലാം കൂടെ എടുത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏർത്തിന്റെ ഡയമീറ്റർ അല്ല, ഏർത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഏർത്തിനെ തന്നെയും നമുക്ക് 2 million ടൈംസ് റാപ്പ് ചെയ്യാനുള്ള അത്രയും ലെങ്ത് ഉണ്ടെന്നാ പറയണം. അപ്പോൾ വളരെ ചെറിയൊരു സെല്ലിനകത്ത്, വളരെ ചെറിയൊരു ന്യൂക്ലിയസിനകത്ത് ഇരിക്കണ ഈ ഒരു DNA നമ്മുടെ ഏർത്തിനെ തന്നെ, ഒരു ഇൻഡിവിജ്വലിന്റെ DNA എല്ലാം എടുത്ത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കാപ്പബിൾ ഇനഫ് ടു റാപ്പ് അറൌണ്ട് ദി എർത്ത് ഓവർ 2 million times. How does normal sugar differ from a sugar molecule in DNA? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ നോർമൽ ഷുഗറും DNA-യിലുള്ള ഷുഗർ, ഏതാ DNA-യിലുള്ള ഷുഗർ? ഡിയോക്സി റൈബോ ഷുഗർ അല്ലെ. ഡിയോക്സി റൈബോ ഷുഗറും നോർമൽ ഷുഗറും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളതാണ്. നോർമൽ ഷുഗറിൽ അല്ലെ, നമ്മൾ നോക്കുമ്പോൾ
ഡിയോക്സി റൈബോസ് ഷുഗർ ഒരു പെൻഡോസ് ഷുഗർ ആണ്. അത് മാത്രമല്ല ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാ പറയുന്നത്. ഈ റൈബോസ് ഷുഗറിലെ രണ്ടാമത്തെ കാർബണിന്റെ അകത്ത് നിന്നും ഒരു ഓക്സിജനെ എടുത്തിട്ടുണ്ട്. അതാണ് ഈ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്ത് തമ്മിലുള്ള ഡിഫറൻസ്? നോർമൽ ഷുഗറും ഡിയോക്സി റൈബോസ് ഷുഗറും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഡിയോക്സി സെക്കൻഡ് കാർബണിൽ നിന്നും ഒരു ഓക്സിജൻ മിസ്സായിട്ട്. ഓക്കെ, സോ how does such a larger DNA fit into the chromosomes of tiny cells? എങ്ങനെയാണ് ഇത്രയും വലിയ ലാർജർ ആയിട്ടുള്ള DNA ഈ ഒരു കുഞ്ഞു കുഞ്ഞു സെൽസിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഇവിടെയാണ് എന്ത് പറയണത്, എങ്ങനെയാണ് ഈ ഇത്രയും വലിയ സംഭവം കുഞ്ഞു കുഞ്ഞു സെല്ലിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് പറയണത്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു പിക്ചറും കൂടെ ഇതിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഫസ്റ്റ് മിസ് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ആ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ ക്രോമസോം അല്ലെ, നമ്മൾ പറഞ്ഞു 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ക്രോമസോമിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് നോക്കാൻ പോവാണ്. മിസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളും ആ ക്രോമസോമിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് നോക്കണം. ഓക്കെ, സോ DNA and histone proteins are the primary components of a chromosome. ഒരു ക്രോമസോമിന്റെ പ്രൈമറി കോമ്പണൻസ് ആയിട്ട് വരുന്നത് ആരാന്നാ പറയണത്? DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുമാണ്. DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുമാണ് ഒരു ക്രോമസോമിന്റെ പ്രൈമറി കോമ്പണൻസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് DNA ഉണ്ട് ഇവിടെ കുറെ DNA സ്ട്രാൻഡ്സ് കണ്ടോ? ഇവിടെ DNA കാണിച്ചിരുന്നു കണ്ടോ നിങ്ങളെ? ബേസ് പെയർസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള DNA ആണിത്. DNA-യും അതുപോലെ തന്നെ പിന്നെന്താ ഹിസ്റ്റോൺ അല്ലെ, ഹിസ്റ്റോൺ പ്രോട്ടീൻസും. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയാം. അപ്പൊ ഇത് DNA ആണ്, ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ചേർന്ന് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പൊ എന്താ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8 ഹിസ്റ്റോൺസ് ഇങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട എന്ന് പറഞ്ഞാൽ 8 എന്നാണ് മീനിങ്. സോ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 ഹിസ്റ്റോൺസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ ആര് റാപ്പ് ചെയ്യുന്നുണ്ട്? DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞു, ഇതാണ് DNA എന്ന് പറഞ്ഞു. ഇത് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്നിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ കൂടെ DNA എന്ത് ചെയ്യുന്നുണ്ട്? റാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ DNAs ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ കൂടെ റാപ്പ് ചെയ്തിട്ടുള്ള ഈ ഇത്രയും ഒരു പോർഷനെ നമ്മൾ വിളിക്കണ പേരാണ്, എന്താ വിളിക്കുക മക്കളെ? ഏതാ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ്? ന്യൂക്ലിയോസോം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം. അപ്പൊ എന്താ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കണ പേരാണ് ന്യൂക്ലിയോസോം. അപ്പം ന്യൂക്ലിയോസോം എന്നുള്ള ടേം മക്കള് പഠിച്ചിട്ടുണ്ട് അല്ലെ? ന്യൂക്ലിയോസോം എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ടേം. അങ്ങനെ ഈ ന്യൂക്ലിയോസോംസ് അല്ലെ, ന്യൂക്ലിയോസോംസ് ഇങ്ങനെ കോയിൽ ചെയ്ത് എവിടേക്കാ ഇത് നിൽക്കുന്നത്? ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഇതെന്താ മക്കളെ? ഈ സ്ട്രക്ചർ എന്താണ്? ഇതാണ് ക്രോമസോം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ക്രോമസോമിന്റെ നടുവിൽ നിങ്ങൾ കണ്ടോ ഒരു റൗണ്ട് ഷേപ്പ് പോലെ കാണിച്ചിട്ടുള്ള, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. സപ്പോസ് ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രോമിയർ എന്ന് വിളിക്കുക. സെൻട്രോമിയർ എന്ന് വിളിക്കും. ആൻഡ് നമുക്കിങ്ങനെ ആംസ് ഇല്ലേ, ഈ ക്രോമസോംസിന്റെ ഈ ആംസിനെ നമ്മൾ വിളിക്കണ പേരാണ് ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും.
ക്രോമാറ്റിഡ്സ്. ഇത്രയേ ഉള്ളൂ ക്രോമസോം. ക്രോമസോമിനാകെ 2 സ്ട്രക്ചേഴ്സേ ഉള്ളൂ പഠിക്കാൻ, അല്ലെ 2 ഡിവിഷൻ, 2 ഏരിയാസേ നമുക്ക് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് സെൻട്രോമിയറും ഉണ്ട്, ക്രോമാറ്റിഡ്സും ഉണ്ട്. സെൻട്രോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? സെൻട്രോമിയർ എന്ന് വിളിക്കുക. ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമസോംസിന്റെ ആംസിന് പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. ആ ഒരു കാര്യം മക്കള് മനസ്സിൽ ഓർത്തു വയ്ക്കുക. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഈ പിക്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും താഴെ നമുക്കിവിടെ ഏറ്റവും എന്തിൽ കാണാം? ഏറ്റവും നന്നായിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ DNA കാണാൻ പറ്റും. DNA-യുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പ്രോട്ടീൻസിനെ കാണാൻ പറ്റും. ആ പ്രോട്ടീനെ നമ്മൾ എന്താ വിളിച്ചത്? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് വിളിച്ചത്. അങ്ങനത്തെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ക്ലബ് ചെയ്തിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യും. 8 ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്തു. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്തു. അതിനെ ഇങ്ങനെ ഈ DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക, അല്ലെ? ന്യൂക്ലിയോസോം. പിന്നെ ഇതങ്ങനെ റാപ്പ് ചെയ്ത് ഇവിടെ എന്താണ് സ്ട്രക്ചർ ഫോം ചെയ്യണത്? ക്രോമസോം ഫോം ചെയ്യും, അല്ലെ? ഈ ക്രോമസോം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്രോമസോമിന് 2 പാർട്സ് ആണുള്ളത്. സെൻട്രോമിയറും ഉണ്ട്, ക്രോമാറ്റിഡും ഉണ്ട്. ക്ലിയർ അല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രോമാറ്റിൻ റെറ്റിക്കുലം ആൻഡ് ക്രോമസോംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ്, അല്ലെ ക്രോമസോം എന്ന് പറയുന്നത്. പക്ഷെ ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്കൊന്നും മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോമിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ അതിനെ ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? കോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോമസോം എന്ന് വിളിക്കുന്നത്. സോ ക്രോമസോം എന്താണെന്ന് നമ്മൾ പഠിക്കണത്? DNA and histone proteins are the primary components of a chromosome. 8 histone proteins join to form a histone octamer. നമ്മളിപ്പോൾ പഠിച്ചു, അല്ലെ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ചെയ്തിട്ട് എന്താ ഫോം ചെയ്യണത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യും. DNA strands wind around this octamer to form a structure called a nucleosome. അപ്പം DNA strands ഈ ഒരു ഒക്ടാമറിനെ വൈൻഡ് ചെയ്തിട്ട്, അല്ലെ? DNA strands ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഇങ്ങനെ വൈൻഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് ന്യൂക്ലിയോസോം എന്ന് പറയും. The chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. Chromatids are the parts of a chromosome which are connected by means of centromere. Chromatids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? സെൻട്രോമിയർ കണക്ട് ചെയ്യുന്ന ക്രോമസോംസിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് വിളിക്കുക. അപ്പൊ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമസോംസിന്റെ ആംസിനെയാണ് വിളിക്കുക. ഇത് എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യണത്? ക്രോമാറ്റിഡ്സിനെ സെൻട്രോമിയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോംസ്. അപ്പൊ നമ്മള് എന്ത് വെച്ചിട്ടാണ് ക്രോമസോംസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്, അല്ലെ? ഇവിടെ ന്യൂക്ലിയോസോംസ് ഉണ്ട്. നമ്മളിവിടെ വേറൊരു ബിൽഡിംഗ് ബ്ലോക്സ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ? Each nucleotide is the basic building block of DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. നമ്മളോട് ഇവിടെ ക്രോമസോംസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്തൊക്കെ വെച്ചിട്ടാണ് ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, വേറെയും പ്രോട്ടീൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ എന്തുണ്ട്? DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഹിസ്റ്റോൺ ഒക്ടാമറും DNA-യും കൂടെ ചേർന്നിട്ട് ന്യൂക്ലിയോസോം, അല്ലെ? ന്യൂക്ലിയോസോം ഫോം ചെയ്തിട്ടുണ്ട്. സോ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രോമസോം. നെക്സ്റ്റ് ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയോസോം. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിനകത്തുള്ള പ്രോട്ടീൻസ് ആണ്. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 8 ഹിസ്റ്റോൺ ഒക്ടാമർ എന്താ? 8
ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്ന് ക്ലബ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുക. ആൻഡ് ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ DNA അതിന്റെ മുകളിൽ കൂടെ വൈൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഫോമിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുക അല്ലെ. DNA strands wind around this histone octamer to form a structure called a nucleosome. Then formation of chromosome. Chromosomes എങ്ങനെയാ ഫോം ചെയ്യുന്നുള്ള കാര്യം അല്ലെ. ക്രോമസോംസിന് എത്ര പാർട്ടാണ് ഉള്ളത് മക്കളെ? ഈ പിക്ചറിൽ നമ്മൾ കണ്ടു അല്ലെ. ക്രോമസോം ഇവിടെയാണ് ക്രോമസോം, ഇങ്ങനെയാണ് ക്രോമസോം ഇരിക്കണത്. ക്രോമസോമിന് സെൻട്രോമിയർ ഉണ്ട്. സെൻട്രോമിയർ എങ്ങനെയാ കണക്ട് ചെയ്തിട്ട്, സെൻട്രോമിയർ എന്തിനെയാ കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ക്രൊമാറ്റിഡ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് സെൻട്രോമിയർ എന്ന് പറയുന്ന പോർഷൻ. ദെൻ ക്രൊമാറ്റിഡും സെൻട്രോമിയറും നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെഷനിൽ അല്ലെ. ഓരോ സ്പീഷീസിനും സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു അല്ലെ. ഓരോ സ്പീഷീസിനും സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. അപ്പൊ ഹ്യൂമന്റെ സ്പെസിഫിക് നമ്പർ എത്രയാണ്? 46 ക്രോമസോംസ് ആണ് ആർക്കുള്ളത്? ഹ്യൂമൻ ബീങ്സിന് ഉള്ളത്. സോ എന്തൊക്കെയാ നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള 2 ആൾക്കാർ, ജെന്നിഫർ എ ഡൗട്ട്ന ആൻഡ് മാനുവൽ കാർപെൻറ്റർ എന്ന് പറയുന്ന 2 ആൾക്കാർക്ക് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. അവർ നമുക്ക് വലിയൊരു ഇമ്പാക്ട് തന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, നമുക്ക് വളരെ കാണാൻ പോലും പറ്റാത്ത ജീൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യാനാ പറ്റുന്നതെന്ന് നോക്കി ചോദിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് DNA സ്ട്രക്ചർ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ DNA സ്ട്രക്ചർ എങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കി. സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോംസിലാണ് എന്തുള്ളത്? DNAs ഉള്ളത്. നമ്മൾ DNA ലൊക്കേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും റോസലിൻ ഫ്രാങ്ക്ലിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ബേസിസിൽ DNA സ്ട്രക്ചർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു പ്രസന്റ് ചെയ്തു. ആൻഡ് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കിൻസിന് നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചു അല്ലെ. ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ആണ്. അതിനകത്ത് ഏത് ഷുഗറാണ് DNA-യിലുള്ളത്? ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്. നൈട്രജൻ ബേസസ് ഏതൊക്കെയാണുള്ളത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസസ് ഉണ്ട്. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ന്യൂക്ലിയോടൈഡ് ആണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്തു. DNA സൈസ് അല്ലെ, എത്രത്തോളം അല്ലെ എർത്തിന് റാപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അത്രയും ലെങ്തി ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഹൗ ഡസ് സച്ച് എ ലാർജർ DNA ഫിറ്റ് ഇൻ ടു ദ ക്രോമസോംസ് ഓഫ് ടൈനി സെൽസ് അല്ലെ. ഇങ്ങനെ കോയിൽ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അല്ലെ. ക്രോമസോംസ് ആയിട്ട് അല്ലെ ഇങ്ങനെ, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആയിട്ടൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു. എന്താ ന്യൂക്ലിയോസോം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. DNA strands wind around this histone octamer to form a structure called a nucleosome എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ചാപ്റ്ററിലെ കുഞ്ഞൊരു പോർഷൻ തൊട്ടിട്ടേ ഉള്ളൂ. ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. താങ്ക് യു.